അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പരിപാടി ചെറിയൊരു ചിത്രം വര കേട്ടോ. എനിക്ക് ഈ ഡ്രസ്സിലൊക്കെ വർക്ക് വരയ്ക്കണ പോലെ അതുപോലത്തെ ചിത്രം വരച്ചിട്ടുള്ള ചെറിയൊരു പരിചയം മാത്രമേ ഉള്ളൂ. അപ്പോൾ തുടക്കമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ചിത്രം ഞാനായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇതൊന്നും പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തണ്ടിൻ്റെ ഔട്ട്ലൈനാണ് വരച്ചെടുക്കട്ടെ നമുക്ക്. അപ്പോൾ ഗ്രീൻ കളർ ഉപയോഗിച്ചിട്ടാണ് തണ്ട് വരക്കണത്. മുൻപ് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അതൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യേ. അപ്പോൾ പെയിൻറ്റ് കിട്ടിയപ്പോൾ തൊട്ട് ഞാൻ ആലോചിക്കുക കേട്ടോ എന്ത് വരക്കണമെന്ന്. അപ്പോൾ തുടക്കം ചെറുതിൽ നിന്നാവട്ടെ എന്ന് തന്നെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിന് കിട്ടുന്ന സപ്പോർട്ട് കണ്ടിട്ട് വേണ്ട നമുക്ക് മമ്മൂക്കാനെയും ലാലേട്ടനെയൊക്കെ ഒന്ന് വരച്ചെടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ തണ്ടിന് ഇലക്കുള്ള ഔട്ട്ലൈനൊക്കെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് അങ്ങോട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം. കുറേ വർഷം മുൻപ് പെയിൻറ്റ് ചെയ്തതാവുകൊണ്ടേ ചെറുതായിട്ട് പെയിൻറ്റിങ് ചെയ്യണമെങ്കിൽ മിസ്റ്റേക്കൊക്കെ വരും കേട്ടോ. ഏത് കാര്യത്തിനും തുടക്കത്തിലുള്ള ഉത്സാഹം കുറച്ച് കഴിയുമ്പോൾ കാണൂല കേട്ടോ. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഈ ചെറിയൊരു ഫ്ലവർ ഫില്ല് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മളില്ലേ. അപ്പോൾ നമ്മൾ ലീഫൊക്കെ ഏകദേശം സെറ്റാക്കിക്കൊണ്ടോ. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ പെയിൻ്റാണ് കൊടുക്കുക. ഞാൻ പല കളറും ചൂസ് ചെയ്തു കേട്ടോ. പക്ഷേ റെഡും ഗ്രീനും വരുന്ന ആ കോമ്പിനേഷൻ വേറെ ഏത് കളറിനും കിട്ടൂലല്ലോ. അപ്പോൾ റെഡ് തന്നെ യൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് ഔട്ട്ലൈൻ വരച്ചെടുക്കാം കേട്ടോ. ഏത് പെയിൻറ്റിങ്ങിനും ആദ്യം ആ ഔട്ട്ലൈൻ വരക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഗ്രീനും റെഡും കൂടി വരുമ്പോൾ തന്നെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു കേട്ടോ അതിൻ്റെ മുട്ടിന് വേറെ ഏതെങ്കിലും കളർ കൊടുത്താലോ എന്ന്. അപ്പോൾ വേണ്ട, അതിന് വേറെ ട്രിക്ക് ഉണ്ട്. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇനി കേട്ടോ മലയാളീസിൻ്റെ തനി സ്വഭാവം ഞാൻ പുറത്തെടുക്കണം. കാരണം അടപ്പിൽ കുറച്ച് പെയിൻറ്റ് ഉണ്ടായിരുന്നേ, അത് ആദ്യം എടുത്തു. ഇനി നമുക്ക് ഫ്ലവറാണ് ഫില്ല് ചെയ്യുക. ഏകദേശം നമ്മൾ ഫ്ലവറൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മുട്ടിന് നമുക്ക് വേറെ വഴി കാണാമെന്ന്. കാരണം കുറച്ച് വൈറ്റാണ് യൂസ് ചെയ്തു കേട്ടോ അതിൽ. അപ്പോൾ ഒരു ലൈറ്റ് ഷെയ്ഡാണ് കിട്ടി. അപ്പോൾ പെയിൻറ്റിങ്ങൊക്കെ ഒരുവിധം സെറ്റായിക്കൊണ്ടോ. അപ്പോൾ വെറുതെ പറയല്ല കേട്ടോ, ഫോട്ടോയിൽ കാണുന്നതിനേക്കായി നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തത് എന്താ വരക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറയട്ടോ. ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ പറഞ്ഞാൽ മതി. വലിയ അടുത്തൊക്കൊന്നും അങ്ങോട്ട് പോകണ്ടേ, കാരണം നമ്മളെ കൊണ്ട് കഴിയൂല.